മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അമൃതപ്പൊടി വെച്ചുകൊണ്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. 3 മുട്ട, നാടൻ മുട്ടയാണ് കേട്ടോ. 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. 1 2 3. അമൃതപ്പൊടി പിന്നെ കുറച്ച് മധുരം മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പിഞ്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് മെഷറിംഗ് കപ്പിന് 3 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഗോതമ്പത്തിൻ്റെ നുറുക്കുണ്ടാവും. അപ്പോൾ ഒന്ന് അരിപ്പിയിൽ അരിച്ചാൽ നല്ലതാണ് കേട്ടോ. അരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ട അതിൽ ഇത്രയും തരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വേണ്ട കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മുട്ടയും പഞ്ചസാര 3 കപ്പ് അമൃതപ്പൊടി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കും. ഗോതമ്പ് പൊടി അമൃതപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യും കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നെയ്യും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് കുഴച്ചെടുക്കേണ്ടത്. അമൃതപ്പൊടിയും ഗോതമ്പ് പൊടിയും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. മുട്ടയും പഞ്ചസാരയും അടിച്ചതിൽ നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. 2 കൈ ഉപയോഗിച്ച് കണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കൂല അതുപോലെ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. എള്ളിട്ട് കൊടുക്കാൻ വിട്ട് പോയതാണ് കേട്ടോ. എള്ളല്ല കേട്ടോ, കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. സോറി, എള്ളോ കരിഞ്ജീരകം ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ജീരകമാണ് കേട്ടോ. നമ്മൾ മാവിലിട്ട് കൊടുക്കാൻ വിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കുഴക്കുമ്പോൾ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും കൂട്ടൂല. മുട്ടയും പഞ്ചസാരയും അടിച്ച ആ നനവിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാവ് 3 ഉരുളകളാക്കി കൊടുക്കുക. നല്ല കട്ടിയിലാണ് കേട്ടോ. പരത്തി കൊടുക്കുക. പൊടി ഇട്ടും കണ്ട് തന്നെ കേട്ടോ. അരിപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് പരത്തി കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ മാവ് ഇതും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത മാറ്റിയതാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി കുഴച്ചെങ്ങാണ്ട് നമുക്ക് പരത്തി കൊടുക്കാം.
വീണ്ടും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാം. ഈ ഒരു കനത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടത്. അങ്ങനെ കേട്ടോ ഏത് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഓയിലായാലും മതി കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ഓരോന്നോരോന്നായി നമ്മൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലേക്ക് എണ്ണ തെറിക്കണ്ടോ നോക്കണം കേട്ടോ. നമ്മളിട്ടിട്ട് തീ അധികം കൂട്ടണ്ട കേട്ടോ. മീഡിയത്തിലാക്കിയതാണ് കേട്ടോ. അധികം സിമ്മിലും അല്ല. കുറച്ച് കഴിഞ്ഞൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. അമൃതപ്പൊടിയാണല്ലോ, ഗോതമ്പ് പൊടി. മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ടത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നെയ്യ് കൂട്ടിയിട്ടാ തോന്നുന്നുണ്ട്. നല്ല പത. നമ്മളെ പൊടിയിൽ നെയ്യ് കൂട്ടിയിട്ടുണ്ടല്ലോ, അതാവുന്ന വിചാരിക്കണ്ട കേട്ടോ. പതഞ്ഞ് പൊന്തിയിരുന്നു. നമ്മളൊക്കെ അരിഞ്ഞാലും അറിയില്ല. നോക്കണം. തീ സിമ്മിലാണ്. നല്ല മഴയാണ് കേട്ടോ. നമ്മൾ വീണ്ടും പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പറാണ് കേട്ടോ. 4 മണി ചായൻ്റെ കൂടെ കഴിക്കാനും. അപ്പോൾ നമ്മളെ അമൃത കേക്ക് ഫുള്ള് നമ്മൾ പൊരിച്ച് കോരിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചായൻ്റെ കൂടെ കഴിക്കാൻ. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളുണ്ടാക്കിയ അമൃതം പൊടി വെച്ചുള്ള എല്ലാ സ്നാക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അമൃതപ്പൊടി കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കൂട്ടോ. പാത്രം പെട്ടെന്ന് കാലിയാവും. 4 മണി ചായൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും